അറിയപ്പെടുന്നതാണ് ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദേശം എവിടെയാണ്? കിള്ളിക്കുറിശിമംഗലമാണ്. കിള്ളിക്കുറിശിമംഗലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. കിള്ളിക്കുറിശിമംഗലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. അതുപോലെ പ്രാചീന കവിത്രയങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. ഓട്ടൻ തുള്ളലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം എവിടെയാണ്? ലക്കിടി പേരൂർ, പാലക്കാട്. കുഞ്ചൻ സ്മാരകം എവിടെയാണ്? അമ്പലപ്പുഴ, ആലപ്പുഴ. അമ്പലപ്പുഴ അവിടെയാണ്, ആലപ്പുഴയിലാണ്. അതുപോലെ ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ചെറുശ്ശേരി നമ്പൂതിരിയാണ്. ചെറുശ്ശേരി നമ്പൂതിരി ഒരു കൃഷ്ണഭക്തനായ ഒരു കവിയായിരുന്നു. അതുപോലെ ചെറുശ്ശേരി നമ്പൂതിരിയാണ് കൃഷ്ണഗാഥ രചിച്ചത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരനാശാനാണ്. കുമാരനാശാനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ ഞാൻ നേരത്തെ പല സമയങ്ങളിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ കടക്കുന്നില്ല. അതുപോലെ കുമാരനാശാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആശയഗംഭീരനെന്നും സ്നേഹഗായകനെന്നും അറിയപ്പെടുന്നത് കുമാരനാശാനാണ്. അതുപോലെ കുമാരനാശാന്റെ സ്മാരകം എവിടെയാണ്? തോന്നയ്ക്കൽ, തിരുവനന്തപുരത്തുള്ള തോന്നയ്ക്കൽ എന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് ഏതു പേരിലറിയപ്പെടുന്നത്? പണ്ഡിത കവി എന്നറിയപ്പെടുന്നത്. അതുപോലെ കേരള ശ്രീഹർഷൻ എന്നും ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളൂർ സ്മാരകം എവിടെയാണ്? ഉള്ളൂർ സ്മാരകം ജഗതി, തിരുവനന്തപുരത്തുള്ള ജഗതി എന്ന സ്ഥലത്താണ് ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വിഷാദത്തിന്റെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? ഇടശ്ശേരി രാഘവൻ പിള്ളയാണ് വിഷാദത്തിന്റെ കവി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വിഷാദത്തിന്റെ കവിയത്രി എന്നറിയപ്പെടുന്ന ആരാണ്? സുഗതകുമാരിയാണ്. സുഗതകുമാരിയായിരുന്നു കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ, അല്ലെങ്കിൽ കേരള വനിതാ കമ്മീഷന്റെ ആദ്യകാല അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരിയായിരുന്നു. അതുപോലെ പ്രാചീന കവിത്രയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാര്, അതുപോലെ ചെറുശ്ശേരി, ഇവർ 3 പേരുമാണ് പ്രാചീന കവിത്രയങ്ങൾ. അതുപോലെ തന്നെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുമ്പോൾ ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അദ്ദേഹത്തെ കുറിച്ചൊന്നും കൂടുതൽ ഡീപ്പായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഡീപ്പായിട്ട് പല വീഡിയോകളിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആധുനിക കവിത്രയങ്ങൾ എന്ന് പറയുമ്പോൾ ആശാൻ ഉള്ളൂർ വള്ളത്തോളാണ് ആധുനിക കവിത്രയങ്ങൾ. അതുപോലെ തന്നെ കേരള സൈഗാൾ എന്നറിയപ്പെടുന്നവരാണ് പി പരമേശ്വരൻ നായരാണ്. അതുപോലെ കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നവരാണ് വള്ളത്തോളാണ്. അതുപോലെ തന്നെ വള്ളത്തോളാണ് കേട്ടോ, കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. വള്ളത്തോൾ സ്മാരകം എവിടെയാണ്? ചെറുതുരുത്തി, തൃശ്ശൂരിലുള്ള ചെറുതുരുത്തിയാണ്. ഞാൻ ഇവരെ കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ട് പല വീഡിയോകളിലും പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ.